السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സമയം അള്ളാഹുവിൻ്റെ അസ്സലാം എന്ന നാമമാണ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും മഗ്രിബ് നമസ്കാരാനന്തരം നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെയാണ് ഇവിടെ പഠിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളിൽ അസ്സലാം എന്ന നാമം അർത്ഥമാക്കുകയും തേടുകയും ചെയ്യുന്നതെന്ത് എന്നുള്ളതാണ് ഇവിടെ ഇന്ന് നമ്മുടെ വിഷയം. നിർഭയത്വം, സമാധാനം, സുരക്ഷ എന്നീ അർത്ഥങ്ങളാണ് അസ്സലാം എന്ന അറബി പദം അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന് അസ്സലാം എന്ന പേര് അർത്ഥമാക്കുകയും തേടുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും സമാധാനവും അരുളുന്നവനാണ്. സമാധാനത്തിൻ്റെ മാർഗമായ ദീനിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നവനാണ്. സർവ സുഖങ്ങളുടെയും സമാധാനങ്ങളുമായ ഭവനമായ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നവനാണ്. അള്ളാഹുവിന് അസ്സലാം എന്ന പേര് വിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. സൂറത്ത് ഹശറിൽ അള്ളാഹു പറയുന്നു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവൻ അള്ളാഹു യഥാർത്ഥ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല. അൽ മലിക്, അവൻ രാജാതിരാജനാകുന്നു. അൽ ഖുദ്ദൂസ്, അവൻ വിശുദ്ധനാകുന്നു. അതേപോലെ അസ്സലാം, അള്ളാഹു അസ്സലാമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേട്ടം എന്ത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കി. ഹദീസുകളിൽ അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് വന്ന
ഏതാനും ഹദീസുകളുണ്ട്. ആ ഹദീസുകളെല്ലാം ഓരോ ചരിത്ര സംഭവങ്ങളെ പുരസ്കരിക്കുന്നതിനാൽ ആ ഹദീസുകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇമാം ബുഖാരി അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, കുന്ന ഇദാ സ്വല്ലൈന ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുകയായാൽ, ഖുൽന ഞങ്ങൾ പറയുമായിരുന്നു, അസ്സലാമു അലാ ജിബ്രീൽ വ മീകായിൽ, ജിബ്രീലിനും മീകായിലിനും സലാം. നിസ്കാരത്തിൽ തശഹുദിൽ അത്തഹിയ്യാത്തിന് ഇരുന്നാൽ സഹാബികൾ തശഹുദിൽ ചൊല്ലിയിരുന്ന സലാമാണ് പറയുന്നത്. അസ്സലാമു അലാ ജിബ്രീല വ മീകായിൽ, അസ്സലാമു അലാ ഫുലാൻ വ ഫുലാൻ, അങ്ങനെ ആളുകളുടെ പേരുകൾ പറഞ്ഞ് ഇന്നിന്നവർക്കൊക്കെ സലാം എന്ന് പറയുമായിരുന്നു. ഇബ്നു മസ്ഊദ് പറയാണ്, ഫൈ ഇൽതഫത ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചു. ഫഖാല, എന്നിട്ട് തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹു അവനാകുന്നു അസ്സലാം. ഫൈദാ സല്ല അഹദുക്കും, അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചാൽ, ഫൽയഖുൽ, അവൻ ഇപ്രകാരം പറയട്ടെ. എന്താ പറയേണ്ടത്? അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്ത്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇങ്ങനെ പറയാൻ പറഞ്ഞു. അത്തഹിയ്യാതു ലില്ലാഹ്, അഭിവാദ്യങ്ങളെല്ലാം അള്ളാഹുവിനാകുന്നു. വസ്സലവാത്ത് വത്തയ്യിബാത്ത്, നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാത്തു, പ്രവാചകരെ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ബറകാത്തും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ സൽവൃദ്ധന്മാരായ മുഴുവൻ ദാസന്മാരുടെയും മേൽ സലാം ഉണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടാകട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അത് പറഞ്ഞതിന് ശേഷം, ഫഇന്നകും ഇദാ ഖുൽതുമൂഹ, ഇങ്ങനെ നിങ്ങൾ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചാൽ പറഞ്ഞാൽ, അസാബത് കുല്ല അബ്ദിൻ ലില്ലാഹി സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്, അള്ളാഹുവിനുള്ള സാലിഹീങ്ങളായ മുഴുവൻ ദാസന്മാർ, അവർ ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ, എല്ലാവർക്കും നിങ്ങളുടെ ഈ സലാം ലഭിക്കുവാനുള്ള പ്രാർത്ഥന ലഭിക്കുകയായി. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. തീർന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അതും അത്തഹിയ്യാത്തിൽ അവസാനമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടായി. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലാഹ ഹുവസ്സലാം, നിശ്ചയം അള്ളാഹു അവനാകുന്നു അസ്സലാം എന്ന് പഠിപ്പിച്ചു. ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്ത് കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലെന്താ? അതിൽ പറയുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ സലാം. അള്ളാഹു സലാമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സലാമിൻ്റെയും, സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും പ്രഭവം എവിടെയാണ്? അള്ളാഹുവിങ്കലാണ്. പടച്ചോനാണ് സുരക്ഷിതത്വം നൽകുന്നത്. അള്ളാഹു ആകുന്നു നിർഭയത്വം കനിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു സമാധാനം അരുളുന്നത്. സലാം അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നാണ് അതിൻ്റെ പ്രഭവം, തുടക്കം. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ മേൽ സലാം എന്നാണ് ഇവർ പറയുന്നത് നിസ്കാരത്തിൽ സഹാബികൾ. അപ്പോൾ അസ്സലാമു അലല്ലാഹ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു ആകുന്നു അസ്സലാം. വലാകിൻ ഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയേണ്ട, അസ്സലാമു അലല്ലാഹ് നിങ്ങൾ പറയേണ്ട, നിങ്ങൾ പറയേണ്ടത് അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞോളിയും എന്നാര് പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ നിസ്കാരത്തിൽ സഹാബികൾ ആദ്യകാലത്ത് അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് പറഞ്ഞു.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി പറഞ്ഞു. എന്താ തിരുനബി പറഞ്ഞത്? അള്ളാഹു ആണ് അസ്സലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൽ നിന്നാണ് സലാമിൻ്റെ പ്രഭവം, തുടക്കം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എല്ലാവർക്കും സലാം. ആ അള്ളാഹ്ക്ക് സലാം അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അർപ്പിക്കേണ്ട കാര്യമല്ല. ഇങ്ങനെ തഹയ്യാത്തിൽ തശഹൂദിൽ പറയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കേണ്ടായി. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അസ്സലാം എന്നുള്ള അള്ളാഹുവിൻ്റെ പേര്, അത് ഹദീസുകളിൽ വന്നതാണ്. ചരിത്ര സംഭവങ്ങളിൽ ചില സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട് അവരുടെ ബുദ്ധിയുടെ മികവും അതേപോലെ അവരുടെ മഹത്വവും അറിയിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ വിഷയത്തിൽ. അതെന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ വന്ന്, അങ്ങനെ ജിബ്രീൽ വന്നപ്പോൾ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തിരിക്കുകയാണ്. ആ വേദിയിലേക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാണ്. അപ്പോൾ ജിബ്രീൽ പറയാം, എന്താ ജിബ്രീൽ പറഞ്ഞത്? യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹാദിഹി ഖദീജ ഖദ് അതത്, ഖദീജ ഇതാ കടന്നു വരുന്നു. വമഅഹ ഇനാഉൻ ഫീ ഇദാം, ഖദീജയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കൂട്ടാനുണ്ട്. ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത്? ജിബ്രീൽ പറയാണ്. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരെക്കുറിച്ച്? റസൂലുള്ളാഹിൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച്. അവർ വരുന്നുണ്ട്, അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കൂട്ടാനുണ്ട്, കറിയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും ഫഇദാ ഹിയ അതത്, ജിബ്രീൽ പറയാണ്, റസൂലെ ഖദീജ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫഖ്റ അലൈഹ സലാം മിൻ റബ്ബിഹ, അവർക്ക് അവരുടെ റബ്ബിൽ നിന്ന് സലാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം അവരോട്. റബ്ബിൽ നിന്നുള്ള സലാം അവർക്ക് നിങ്ങൾ ഓതി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. വമിന്നി, എൻ്റെ സലാമും പറയണം. വബശ്ശിർഹ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്, സ്വർഗത്തിൽ ഖദീജക്കൊരു വീടുണ്ട്. എങ്ങനത്തെ വീടാണ്? അതൊരു ഒറ്റ മുത്തിനാൽ ഉള്ള വീടാണ്. ഒരൊറ്റ മുത്തുകൊണ്ടൊരു കൊട്ടാരം ആലോചിച്ചോ കാണി. ലാ സഖബ ഫീഹി വലാ നസബ്, അതിൽ ശബ്ദകോലാഹലമോ ക്ഷീണമോ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഭവനം സ്വർഗത്തിൽ ഖദീജക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും അറിയിക്കണം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയണ്ടായി. അങ്ങനെ ഖദീജ വന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആലാനോട് ഇന്നല്ലാഹ യുഖ്രിഉ ഖദീജത സലാം, ഖദീജ നിങ്ങൾക്ക് അള്ളാഹു സലാം ഓതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണ്ടായി. അത് ഖദീജ റളിയല്ലാഹു തആലാനഹക്ക് മാത്രം ആദമിൻ്റെ പെൺമക്കളിൽ ലഭിച്ച ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാനങ്ങൾക്കുപരിയിൽ നിന്ന് അവർക്ക് സലാം ഓതി അറിയിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? അത് അവരുടെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. തയ്യിബ്, ഈ സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഖദീജയോട് പറഞ്ഞപ്പോൾ എന്താ ഖദീജ റളിയല്ലാഹു തആല പ്രതികരിച്ചത്? അവർ പ്രതികരിച്ചത് ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക്കസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാണ് പ്രതികരിച്ചത്. ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു അവനാകുന്നു അസ്സലാം. സലാമിൻ്റെ പ്രഭവം അള്ളാഹുവിൽ നിന്നാണ്. സലാം നിർഭയത്വവും സുരക്ഷയും സമാധാനമൊക്കെ എവിടെ? അള്ളാഹുവിലാണ്. അള്ളാഹ്ക്ക് ഒരു കുറവുമില്ല, ഒരു ന്യൂനതയില്ല, ഒരു പോരായ്മയില്ല. അതിൽ നിന്നൊക്കെ അള്ളാഹ്ക്ക് സലാമത്തുണ്ട്, സുരക്ഷ ഉണ്ട്. പിന്നെ നിർഭയത്വം അത് അള്ളാഹുവിൽ നിന്നാണ്. സമാധാനം അത് അള്ളാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹു വസ്സലാം. പിന്നെയോ വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീൽ സലാം പറഞ്ഞില്ലേ, അതുകൊണ്ട് അത് മടക്കുകയാണ് ജിബ്രീലിന് അസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സലാം ജിബ്രീലിനുണ്ടാകട്ടെ. വഅലൈക്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലേ താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ അസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സലാം, വറഹ്മത്തുള്ളാ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, വബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ
ഇത് ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലാനെ പ്രതികരിക്കേണ്ടായി. ഇവിടെ ഒന്ന് ഖദീജ റളിയല്ലാഹു തആലാനെ സ്ഥാനാണ്. എന്താ സ്ഥാനം? അള്ളാഹു അവർക്ക് സലാം പറഞ്ഞയച്ചു എന്നുള്ളത്, ചൊല്ലി അയച്ചു എന്നുള്ളത്. സലാമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സലാം ഓതി അയച്ചു എന്നുള്ളത് അവരുടെ സ്ഥാനമാണ്. രണ്ട്, ഈ സലാം കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു തആലാനെ പ്രതികരിച്ചത്. നമുക്കറിയാം, ആദ്യത്തെ ഹദീസിൽ നമ്മൾ കേട്ടു, സഹാബികളൊക്കെ തശഹുദിൽ ഇരുന്നാൽ അവർ പറയുമായിരുന്നു അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന്. അപ്പോൾ റസൂലുള്ള തിരുത്തി, അള്ളാഹിൻ്റെ മേൽ സലാം പറയേണ്ട കാര്യമില്ല, അള്ളാഹു സലാമാണ്. അവർക്ക് തിരുത്തി കൊടുത്ത്. ഇവിടെ ഖദീജ റളിയല്ലാഹു തആലാനോട് അള്ളാഹു എന്നുള്ള സലാം എന്ന് പറഞ്ഞപ്പോൾ എന്താ ഖദീജ റളിയല്ലാഹുവിനെ പറഞ്ഞത്? ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹു ആകുന്നു അസ്സലാം. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് സലാം എന്ന് പറഞ്ഞോ? അള്ളാഹ്ക്ക് സലാം എന്ന് പറഞ്ഞില്ല, അള്ളാഹു ആകുന്നു അസ്സലാം, അതുകൊണ്ട് ജിബ്രീലിന് സലാം, നിങ്ങൾക്ക് സലാം എന്നാണ് ഖദീജ റളിയല്ലാഹു തആലാനെ പറഞ്ഞത്. അത് അവരുടെ ബുദ്ധികൂർമ്മതയാണ്, അതവരുടെ ബുദ്ധിയാണ്, അവരുടെ ബുദ്ധിയുടെ മഹത്വമാണ്, മേന്മയാണ്. മനസ്സിലായില്ലേ? ഇത് അള്ളാഹുവിൽ നിന്നുള്ള അവർക്ക് നേരെയുള്ള അനുഗ്രഹമാണ്. ഒന്ന് അവരുടെ സ്ഥാനം, രണ്ടാമത്തേത് അവരുടെ ആ ബുദ്ധിയുടെ മഹത്വം. ഇതേപോലെ മറ്റൊരു സംഭവം, അള്ളാഹുവിൻ്റെ അസ്സലാം എന്ന പേരിനെ അറിയിക്കുന്ന മറ്റൊരു സംഭവം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടാണ്. അതെന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഹാദാ ജിബ്രീൽ യഖറഉ അലൈകി സലാം. ആയിഷ, ജിബ്രീൽ ഇതാ നിങ്ങൾക്ക് സലാം പറയുന്നു, ജിബ്രീൽ നിങ്ങൾക്ക് സലാം ഓതുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് പറഞ്ഞു, വ അലൈഹിസ്സലാം വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു തറ മാ ലാ നറാ യാ റസൂലല്ലാഹ്. വ അലൈഹിസ്സലാം, ജിബ്രീലിന് അസ്സലാം, വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷങ്ങളും. തറ മാ ലാ നറാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ കാണാത്തതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഞങ്ങൾ കാണാത്തത് കാണുന്ന പറഞ്ഞാൽ ജിബ്രീലിനെ ആര് കണ്ടില്ല? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കാണാത്തത് നിങ്ങൾ കാണുന്നുവല്ലേ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ പ്രതികരിച്ചു. ഇതിൻ്റെ മറ്റൊരു റിവായത്തിലുള്ളത്, അതാണ് നമ്മുടെ വിഷയം. ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, അല്ലാഹു അസ്സലാം വമിൻഹുസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം. അല്ലാഹു അസ്സലാം, അല്ലാഹു ആകുന്നു അസ്സലാം, വമിൻഹുസ്സലാം, അല്ലാഹുവിൽ നിന്നാകുന്നു അസ്സലാം, വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന് അസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടാകട്ടെ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ പ്രതികരിച്ചു. അപ്പോൾ അള്ളാഹു അസ്സലാം ആകുന്നു. അള്ളാഹു അസ്സലാം എന്ന് പറഞ്ഞാൽ കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതനാണ്, അവൻ സമ്പൂർണനാണ്. നിർഭയത്വം സലാമായ അള്ളാഹുവിൽ നിന്നാണ്. സമാധാനവും സർവ്വസുഖങ്ങളും അത് സലാമായ അള്ളാഹുവിൽ നിന്നാകുന്നു. ഇതാണ് അസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തേടുന്നതായ തേട്ടങ്ങൾ. മറ്റൊരു സംഭവം, ഇമാം മുസ്ലിം സൗബാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ സറഫ മിൻ സലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ തൻ്റെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഇസ്തഗ്ഫറ സലാസൻ, 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് സലാം വീട്ടിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. വഖാൽ, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാകുന്നു അസ്സലാം, വമിൻകസ്സലാം, നിന്നിൽ നിന്നാകുന്നു അസ്സലാം, തബാറക് യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും അനുഗ്രഹവും ഉടയവനായ അള്ളാഹുവേ, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അൻതസ്സലാം, നീ അസ്സലാമാകുന്നു, വമിൻകസ്സലാം, നിന്നിൽ നിന്നാകുന്നു അസ്സലാം. അള്ളാഹുവിൽ നിന്ന് എങ്ങനെയാണ് അസ്സലാം? അള്ളാഹുവിൽ നിന്നാകുന്നു നമുക്ക് നേരെയുള്ള നിർഭയത്വം, അള്ളാഹുവിൽ നിന്നാകുന്നു നമുക്ക് വേണ്ടതായ സമാധാനം, അള്ളാഹുവിൽ നിന്നാകുന്നു നമുക്കുള്ള സുരക്ഷിതത്വം, അപകടങ്ങളിൽ നിന്ന്,
കുറവുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതത്വം അത് അരുളേണ്ടതും കനിയേണ്ടതും അസ്സലാമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അത് കേവലം പ്രസ്താവന മാത്രമല്ല, പിന്നെയോ ആ പ്രസ്താവന പ്രാർത്ഥന കൂടിയാണ്. അള്ളാഹു അസ്സലാമാണ്, അള്ളാഹുവിൽ നിന്നാണ് സലാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അള്ളാഹുവിന് സമ്മതിക്കുകയാണ്, അള്ളാഹുവിനെക്കുറിച്ച് പ്രസ്താവിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം അതിലൊരു ദുആ അടങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹുവെ, നീ അരുളുന്ന സലാം എന്നിൽ ചൊരിയണമേ, എന്നിൽ കടാക്ഷിക്കണമേ എന്നുള്ള ദുആ കൂടി അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംഭവം അസ്സലാമിൻ്റെ വിഷയത്തിൽ സഹീഹുൽ ജാമിയിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹായി ഉദ്ധരിച്ച സംഭവമാണ്. അതിലെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഇന്നസ്സലാം ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരു പേരാണ്. ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരു പേരാണ് അസ്സലാം എന്നുള്ളത്. ഫഅഫ്ശൂഹു ബൈനക്കും, അതുകൊണ്ട് അസ്സലാമിനെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ വ്യാപിപ്പിക്കണം, പ്രചരിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അസ്സലാമു അലൈക്കും എന്നുള്ളത് ആളുകൾക്കിടയിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രചരിപ്പിക്കണം. എന്നിട്ട് മറ്റൊരു റിവായത്തിൽ, ഈ ഹദീസിൻ്റെ വേറെ റിവായത്തിൽ, അസ്സലാം ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ് വദഅഹുല്ലാഹു ഫിൽ അർദ്, അള്ളാഹുവിൻ്റെ പേരാകുന്നു അസ്സലാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ സലാമിൻ്റെ ലഫ്ളിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു, സലാം പറയാൻ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചു. അസ്സലാമു അലൈക്കും, ഈ അസ്സലാമു അലൈക്കും എന്നുള്ളത് ആര് പഠിപ്പിച്ചതാ? അള്ളാഹു പഠിപ്പിച്ചതാ. അത് ചൊല്ലണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. അതാണ് വദഅഹുല്ലാഹു ഫിൽ അർദ് ഫഅഫ്ശൂഹു ബൈനക്കും, അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കണം. എന്നിട്ട് തിരുനബി പറയാണ്, ഫഇന്നർ റജുലൽ മുസ്ലിം ഇദാ മർറ ബിഖൗമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ജനവിഭാഗത്തിനരികിലൂടെ നടന്നു പോയി, ഫസല്ലമ അലൈഹിം, എന്നിട്ട് അവരോട് അയാൾ സലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഫറദ്ദു അലൈഹി, സലാം പറഞ്ഞു, അവർ സലാം മടക്കിയിട്ടുണ്ട് എങ്കിൽ, കാന ലഹു അലൈഹിം ഫദ്ലു ദറജ, സലാം പറഞ്ഞവന് അവരെക്കാൾ ഒരു പദവിയുടെ മഹത്വം ഏറുണ്ട്. ഫഇല്ലം യറുദ്ദു അലൈഹി, ഒരു കൂട്ടരോട് സലാം പറഞ്ഞ് അവർ മടക്കിയിട്ടില്ല എങ്കിൽ, റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹു വഅതിയബ്, സലാം ഒരു കൂട്ടരോട് സലാം പറഞ്ഞ അവർ മടക്കിയിട്ടില്ല എങ്കിൽ അവരെക്കാൾ ഉത്തമരായ നല്ലവരായ ഒരു വിഭാഗം അയാളുടെ സലാം മടക്കിക്കൊള്ളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു വിഭാഗത്തോട് സലാം പറഞ്ഞിട്ട് പോലും മടക്കിയിട്ടില്ല എങ്കിൽ അവരെക്കാൾ ഉത്തമരും നല്ലവരുമായ ഒരു വിഭാഗം മടക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ ആരാണത് ആ മടക്കുന്ന ആളുകൾ? അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, അസ്സലാം അള്ളാഹിൻ്റെ പേരാണ്. ആ സലാം നിങ്ങൾ ഈ ഭൂമിയിൽ സലാം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കണം, വ്യാപിപ്പിക്കണം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഉണർത്തേണ്ടത്. അതുകൊണ്ടാണ് സലാമിന് വലിയ മഹത്വം പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിക കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, തുതഇമു തആം, മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കുക. പിന്നെയോ വതഖറഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ അറിയണവനായാലും അറിയാത്തവനായാലും പരിചയക്കാരനായാലും അല്ലാത്തവനാണെങ്കിലും അയാളോട് സലാം പറയലാണ്, അതാണ് ഉത്തമമായിട്ടുള്ള കർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരിക്കൽ ഒരാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്, അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഷുറുൻ 10 എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇശ്റൂൻ എന്ന് പറഞ്ഞു. വേറൊരാൾ വന്ന് അയാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സലാസൂൻ. എന്താ? അസ്സലാമു അലൈക്കും ആഷുറു എന്ന് പറഞ്ഞാൽ 10 നന്മകൾ, 10 പുണ്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയത്. വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടി പറഞ്ഞപ്പോൾ ഇശ്റൂൻ 20 പുണ്യങ്ങളായി, നന്മകളായി. വബറകാതുഹു എന്നുള്ള കൂട്ടിയപ്പോൾ 30 പ്രതിഫലമായി, പുണ്യമായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? സലാം പ്രചരിപ്പിക്കുന്നതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പൂർണ്ണമായ ലഫ്ളുകൾ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊക്കെ സലാമിൻ്റെ
രൂപങ്ങളിൽ ഒന്നൊന്നിനേക്കാൾ പൂർണ്ണമായവയാണ്. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്. അതിനെ സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ പ്രചരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ സഹിഹായി ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയാണ്, ആദമേ, ഒരു സംഘം മലക്കുകൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ആ മലക്കുകളോട് ചെന്നിട്ട് സലാം പറയാൻ പറഞ്ഞു. ഇദ്ഹബ് ഫസല്ലിം അലാ ഉലായിക്, അല്ലെങ്കിൽ ഉലായിക് അന്നഫർ, പോയിട്ട് ആ സംഘം ആളുകളോട് സലാം പറയാൻ പറഞ്ഞു ആദമിനോട്. എന്നിട്ട് അള്ളാഹു പറയാണ് ആദമിനോട്, ഫസ്തമി മാ യുഹയ്യൂനക്, നിങ്ങളോട് അവരെന്താണ് തഹിയ്യത്ത് അർപ്പിക്കുന്നത്, അഭിവാദ്യം അർപ്പിക്കുന്നത്, അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഫഇന്നഹാ തഹിയ്യതുക് വ തഹിയ്യത്തു ദുർരിയതിക്, എന്താണ് മലക്കുകൾ നിങ്ങളോട് പ്രതികരിക്കുന്നത്, അതായിരിക്കും നിങ്ങൾക്കുള്ള അഭിവാദ്യവചനം, നിങ്ങളുടെ സന്തതികൾക്കുള്ള അഭിവാദ്യവചനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി വഅലാ നബീന അഫ്ളലു സ്വലാത്തു വസ്സലാം ചെന്ന് മലക്കുകളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. അപ്പോൾ മലക്കുകൾ അസ്സലാമു അലൈക് വറഹ്മത്തുള്ളാഹ് എന്ന് പ്രതികരിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്. അസ്സലാമു അലൈക്കും എന്ന് മലക്കുകളോട് സലാം പറഞ്ഞപ്പോൾ മലക്കുകൾ എന്താണോ പ്രതികരിക്കുന്നത് അതാണ് നിങ്ങളുടെ തഹിയ്യത്ത്, അതാണ് നിങ്ങളുടെ സന്തതികളുടെ തഹിയ്യത്ത് എന്നാണ് പറഞ്ഞത്. ആ മലക്കുകൾ പ്രതികരിച്ചത് എന്താണ്? അസ്സലാമു അലൈക് വറഹ്മത്തുള്ളാഹ്, ഇതാണ് മലക്കുകൾ പ്രതികരിച്ചത്. അപ്പോൾ അസ്സലാമു അലൈക് എന്നുള്ളതാണ് നമുക്കുള്ള തഹിയ്യത്ത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയായ മനുഷ്യന്മാർക്കൊക്കെ ഉള്ള തഹിയ്യത്ത്. മലക്കുകൾ പ്രതികരിച്ചപ്പോൾ ഫസാദുഹു വറഹ്മത്തുള്ളാഹ്, റഹ്മത്തുള്ളാഹ് എന്നുള്ളത് അവർ അതിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി എന്നുള്ളത് ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ സലാമിനെ നമ്മൾ പ്രചരിപ്പിക്കുക, ഇത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളോട് മാത്രമുള്ള കൽപ്പനയല്ല. സലാം അതുകൊണ്ടുള്ള അഭിവാദ്യം ആദം സന്തതികളോട് മൊത്തത്തിൽ ഉള്ള കൽപ്പനയാണ്. നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം അരങ്ങേറി. ആ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അഭിവാദ്യമായി അല്ലെങ്കിൽ പ്രാർത്ഥനയായി അർപ്പിച്ചതിൻ്റെ ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ സംഭവം? അൽ-ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞയച്ചു, ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. യമൻ നിവാസികളെ, യമനികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു. ബറാ ഇബ്നു ആസിബ് പറയാണ്, ഞാനും ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പുറപ്പെട്ടു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു യമനുകാർക്കിടയിൽ 9 മാസം താമസിച്ചു, അവരെ ദഅവത്ത് നടത്തി. പക്ഷേ ലാ യുജീബൂനഹു ഇലാ ഷൈഇൻ, ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന് അവരൊരിക്കലും ഉത്തരം നൽകിയില്ല. 9 മാസം വിളിച്ചിട്ടും ദഅവത്ത് നടത്തിയിട്ടും അവർ ഉത്തരം നൽകിയില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു ഉത്തരം കൊടുത്തില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിച്ചതിന് പിന്നാലെയായിട്ട് അലി ഇബ്നു അബി താലിബിനെ നിയോഗിച്ചു. എന്നിട്ട് പറഞ്ഞ അലിയാരോട് പറഞ്ഞ്, നിങ്ങൾ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഖാലിദിനോട് തിരിച്ചു തരാൻ പറയും. ഖാലിദ് റളിയല്ലാഹുവിനോടും കൂടെയുള്ളവരോടും മടങ്ങാൻ പറഞ്ഞു, മദീനത്തേക്ക് മടങ്ങാൻ. ആരെങ്കിലും ഖാലിദിൻ്റെ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ട്, അവർക്ക് മടങ്ങാൻ ഉദ്ദേശമല്ല, അലിയാരുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ നിൽക്കാം, അതിൽ പ്രശ്നമല്ല. ബറാ ഇബ്നു ആസിബ് പറയാണ്, ഞാൻ എന്ത് ചെയ്ത് ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ ഒപ്പം മടങ്ങിയില്ല, ഞാൻ അവിടെ തങ്ങി, അലിയാരോടൊപ്പം തങ്ങി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഫജ്ർ നിസ്കരിച്ച്, അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു
ഫജ്ർ നിസ്കരിച്ച് ഞങ്ങളെ ഒരൊറ്റ സഫാക്കി നിർത്തിയതിന് ശേഷം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട്. അലിയാരടുത്ത് കൊടുത്തയച്ച ഒരു കത്തുണ്ട്. ആർക്ക് കത്താ? യമനുകാർക്കുള്ള കത്താണ്. അലിയാർ എന്ത് ചെയ്യണത്? യമനുകാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ഫജ്ർ നിസ്കരിച്ച് ഞങ്ങളെ കണിയാക്കി നിർത്തിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തെടുത്തിട്ട് യമനുകാർ കേൾക്കുക, അതാണ് വായിച്ച്, കത്താണ് വായിച്ച്. അങ്ങനെ ആ കത്ത് വായിച്ചപ്പോൾ ഹമദാൻ ഗോത്രം എല്ലാവരും ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഹമദാൻ എന്ന് പറയുന്ന യമനിലെ അറിയപ്പെട്ടൊരു ഗോത്രമാണ്. അവരെല്ലാവരും ഒറ്റയടിക്ക് ഇസ്ലാം സ്വീകരിച്ചു ആ ദിവസം. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു കത്ത് റസൂലുള്ളാഹിക്ക് എഴുതി, റസൂലേ, നിങ്ങളുടെ കത്ത് ഞാൻ യമനികളെ വിളിച്ചു കൂട്ടി, അതിൽ ഹമദാൻ ഗോത്രം, അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വായിച്ച് കേൾപ്പിച്ച് ആ കത്ത് കേട്ട മാത്രയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഹമദാൻ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് അലിയാർ കത്തിൽ എഴുതിയിട്ട് റസൂലുള്ളാഹിനെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അലിയാരുടെ കത്ത് വന്നു. ആ കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു. ആ കത്ത് വായിച്ചപ്പോൾ അതിൻ്റെ വരികളെന്താ? ഹമദാൻ ഇസ്ലാം സ്വീകരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന ഇരിപ്പിൽ തക്ബീർ ചൊല്ലിയിട്ട് അള്ളാഹുവിന് ശുക്റിൻ്റെ സുജൂദ് ചെയ്തു. തക്ബീർ ചൊല്ലി ശുക്റിൻ്റെ സുജൂദ് ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുജൂദിനപ്പുറം അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ 3 തവണ ഹമദാൻ ഗോത്രത്തിന് വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള സലാം അവതരിപ്പിക്കുവാൻ ദുആ ചെയ്യുകയുണ്ടായി. അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ. എന്താ അതിൻ്റെ അർത്ഥം? ഹമദാൻ ഗോത്രത്തിന് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം, അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്വം, അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി, അതേപോലെ തന്നെ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള സുരക്ഷിതത്വം, അതാണ് സലാം, അതുണ്ടാകട്ടെ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹമദാനികൾക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായത്. അപ്പോൾ അസ്സലാം അത് വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയാണ്. അത് അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള പേരിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ആ പേരിൻ്റെ അർത്ഥം തേട്ടം അതിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ കാണാം, തുഫൈൽ ഇബ്നു ഉബൈ പറയാണ്, തുഫൈൽ ഇബ്നു ഉബൈ പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്നും മാർക്കറ്റിൽ പോകും. മാർക്കറ്റ് എപ്പോഴും പോയി പോരാൻ പറ്റിയ സ്ഥലമല്ല, പള്ളിയാണ് എപ്പോഴും പോയി പോരാൻ പറ്റിയ സ്ഥലം. പക്ഷേ ഇബ്നു ഉമർ എന്ത് ചെയ്യും? മാർക്കറ്റിൽ പോകും. എല്ലാവരും മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിൽക്കും, വാങ്ങും, വിലപേശും, ഇങ്ങനെയാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആല മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ വിൽക്കണമില്ല, വാങ്ങണമില്ല, വിലപേശണമില്ല, പോകും വരും. അപ്പോൾ തുഫൈൽ ഇബ്നു അംർ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഏതേരം ഇങ്ങനെ മാർക്കറ്റിൽ പോണ്? അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, അത് സലാം പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാർക്കറ്റിൽ പോകണ എന്തിനാ? സലാം പറയാൻ വേണ്ടി പോകുക. മാർക്കറ്റിൽ ജനനിബിഡാകും, ആൾ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ കാണുന്നവനോടൊക്കെ സലാം പറയാം, വിൽക്കുന്നവനോട് സലാം പറയാം, വാങ്ങുന്നവനോട് സലാം പറയാം, അതിനാണ് പോകുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നത്. അതെന്തിനാണ്? സലാമിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊണ്ട് അത് പ്രചരിപ്പിക്കുവാനുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉള്ളത് ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ പ്രവൃത്തിയാണ് അതറിയിക്കുന്നത്. പറഞ്ഞു വരുന്നത് അസ്സലാം എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം അത് അർത്ഥമാക്കുന്നതെന്ത്, തേടുന്നതെന്ത് എന്നുള്ളതാണ്. അത് നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ സലാം നിർവഹിക്കുമ്പോൾ ആർക്ക് സലാം പറയുകയാണെങ്കിലും അത് ദുആയാണ്, പ്രാർത്ഥനാ വചനമാണ്. അത് കേവലം ഒരു നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇങ്ങനെ പറയുന്ന പോലുള്ള ഒരു അഭിവാദ്യ വർത്താനം മാത്രമല്ല. പിന്നെയോ അത് തഹയ്യത്ത് വളരെ അർത്ഥമുള്ള ആശയ ഗാംഭീര്യമുള്ള ഒരു മഹൽ വചനാണ്. അതിൻ്റെ തേട്ടവും അതിൻ്റെ ആശയവും വളരെ വിശാലമാണ് എന്ന് ഉൾക്കൊള്ളാനാണ് നമ്മൾ ഇക്കാര്യം ഉണർത്തുന്നത്. യഹ്യ നബിയുടെയും അതേപോലെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുമ്പോൾ അവരുടെ
വാക്കായി നമ്മൾ 2 ആയത്തുകൾ ഓതുന്നുണ്ട്. ഒന്ന്, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. അല്ലേ? യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസലാമുൻ അലൈഹി യൗമ വുലിദ്. യഹ്യ ജനിച്ച ദിനം അദ്ദേഹത്തിൻ്റെ മേൽ സലാം. വയൗമ യമൂത്ത്, അദ്ദേഹം മരിക്കുന്ന ദിനം അദ്ദേഹത്തിൻ്റെ മേൽ സലാം. വയൗമ യുബ്അസു ഹയ്യ, ജീവനോടുകൂടി അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ അദ്ദേഹത്തിൻ്റെ മേൽ സലാം. അല്ലേ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. എന്താ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? തൊട്ടിലിൽ കൈക്കുഞ്ഞായിക്ക പ്രസവിച്ച ഉടനെ ചോരക്കുഞ്ഞിൻ്റെ സംസാരമായിട്ട് പറഞ്ഞത് എന്താ? വസ്സലാമു അലൈ യൗമ വുലിദ്, ഞാൻ ജനിച്ച ദിവസം എൻ്റെ മേൽ സലാം. അതേപോലെ വയൗമ അമൂത്ത്, ഞാൻ മരിക്കുന്ന നാളിലും എൻ്റെ മേൽ സലാം. വയൗമ ഉബ്അസു ഹയ്യ, ജീവനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ, അന്നും എൻ്റെ മേൽ സലാം എന്നാണ് പറഞ്ഞത്. ഈ 2 നബിമാർ അവരുടെ മഹത്വവും അവരുടെ സ്ഥാനവും അറിയിക്കാൻ ഈ 2 സംഭവങ്ങളും ഈ 2 വചനങ്ങളും പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 3 നാളിൽ സലാം? ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം. ഈ 3 ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ 3 നാൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കൂല. ഈ നാൾ മുതൽ 3 ആവർത്തിക്കൂല. ജന്മദിനം ഒന്നേ ഉള്ളൂ, ഡേറ്റ് ഓഫ് ബർത്ത്. അല്ലേ? ചിലർ ഡ്യൂപ്ലി ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അത് വേറെ. ഡ്യൂപ്ലി സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ചില നമ്മൾ റേഷൻ കടയിലൊക്കെ പണ്ട് റേഷൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ വാപ്പാക്ക് 14 വയസ്സ്, മകന് 70 വയസ്സ്, ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അത് വേറെ വിഷയം. ഇത് അതല്ല. ഒരാളുടെ യൗമുൽ മീലാദ്, ജനനദിനം ഒന്നാണ്. അതേപോലെ തന്നെ യൗമുൽ മമാത്ത്, സ്മരണ ദിവസം ഒന്നാണ്, ആവർത്തിക്കൂല. അതേപോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നാളും ഒന്നാണ്. ഈ 3 നാളിലും ഒരു മനുഷ്യന് സമാധാനം കിട്ടിയാൽ, ഒരു മനുഷ്യനിൽ ശാന്തി പെയ്തിറങ്ങിയാൽ, ഒരു മനുഷ്യന് അപകടങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ഉണ്ടായാൽ അയാൾ ധന്യനായി, സുരക്ഷിതനായി. ആ സുരക്ഷിതത്വമാണ് ഇവിടെ ആർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്, അതേപോലെ തന്നെ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. മനസ്സിലല്ലേ? മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിത നാളിൽ അയാൾ ഭീതിയിലകപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 നാളുകളാണുള്ളത്. അല്ലേ? ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതുവരെ പരിചയമില്ലാത്തൊരു രോഗത്തേക്കാണ് വരുന്നത്. അത് മനുഷ്യന് പേടിക്കണ നാളാണ്. മരിച്ചാൽ മരിക്കുന്ന ദിവസം ഒരിക്കലും ജീവിതത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത കാഴ്ചകളും ആളുകളെയും കാണുന്ന ദിവസം മരണ ദിവസം. മലക്കുകളെ യഥാർത്ഥ സൃഷ്ടിപ്പിൽ കാണും. മനസ്സിലല്ലേ? അതേപോലെ തന്നെ മലക്കുകൾ കൊണ്ടുവരുന്ന കഫൻ അത് കാണും. അക്രമിയാണ്, അവിശ്വാസിയാണ് എങ്കിൽ നരകത്തിൽ നിന്നുള്ള പരുത്ത വസ്ത്രമാണ് കൊണ്ടുവരിക, അത് കാണും. മലക്കുകൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, രൗദ്രഭാവം പൂണ്ടാണ് വരുന്നത് എങ്കിൽ അത് കാണും. മരിച്ചാൽ ആത്മാവിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ യാത്ര ഖബറിലേക്കാണ് എന്നുള്ളത് ഉറപ്പിക്കും. മനസ്സിലല്ലേ? ആ ദിവസം നിർഭയത്വത്തിൻ്റെ ദിവസം, പേടിൻ്റെ ദിവസം. അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ദിവസം. അതല്ലേ? മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഉയർത്തെഴുന്നേൽക്കുക. ഭീതിയുടെ ദിവസമാണ്. മനസ്സിലല്ലേ? അപ്പോൾ ആ 3 ദിവസങ്ങളിലും ഒരു മനുഷ്യന് സലാം എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ, സുഫിയാനു ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താ? ഔഹശു മാ യകൂനുൽ മർഉ ഫീ സലാസത്തി മവാത്തിൻ. ഒരു മനുഷ്യൻ ഏറ്റവും ഭീതിയിൽ
പേടിയിൽ ആകുന്നത് 3 സന്ദർഭങ്ങളിലാണ്. യൗമ യൂലദ്, ഒന്ന് ജനിക്കുന്ന ദിവസം. ഫയറാ നഫ്സഹു ഖാരിജൻ മിമ്മാ കാന ഫീഹ്, മനുഷ്യൻ താൻ ഉള്ളയിടത്തുനിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. ഉമ്മൻ്റെ വയറ്റിൽ എത്ര സുരക്ഷിതത്ത! ഒരു മാതാവിൻ്റെ വയറ്റിനുള്ളിൽ ഒരു ഗർഭസ്ഥ ശിശുവിനുള്ള സുരക്ഷിതത്വം അത് വളരെ വലുതാണ്. കാലാവസ്ഥ, ഭക്ഷണം തുടങ്ങി എല്ലാം മാതാവിൻ്റെ വയറ്റിൽ വളരെ ധന്യമാണ്. ആരും പുറത്തൊന്നും പുറച്ച് അവിടെ കിടക്കലില്ല. മനസ്സിലായി? അവിടുത്തെ കാലാവസ്ഥ വളരെ, അവിടെ AC വേണ്ടതില്ല. മനസ്സിലായി? അവിടെ ഫാൻ ഇടേണ്ട കാര്യമല്ല. ചൂട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആരും അവിടുന്ന് പോകുന്നതില്ല. തണുപ്പ് കൂടുതലാണെന്നിട്ട് ആരും പോന്നിട്ടില്ല. മനസ്സിലായി? മാതാവിൻ്റെ വയറ്റിൽ എല്ലാം സന്തുലിതാണ്, പോഷകങ്ങൾ ധന്യമാണ്, എല്ലാം ഇതാണ്. ആ വയറ്റിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നാൽ ആ ദിവസം, അതിനെക്കുറിച്ചാണ് പറയുന്നത്, അത് വഹ്ശത്തിൻ്റെ സന്ദർഭമാണ് എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. രണ്ടാമത്തെ ദിവസം സന്ദർഭം ഏതാണ്? വയൗമ യമൂത്ത്, മരിക്കുന്ന ദിവസമാണ്. ഫയറാ ഖൗമൻ ലം യകുൻ അയനഹും, മരിക്കുന്ന ദിവസം അവൻ ഒരു വിഭാഗം ആളുകളെ കാണുന്നു, അവരെ ഇതുവരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അതാരാ? മലക്കുൽ മൗത്തും കൂടെ വരുന്ന മലക്കുകളാണ്. മലക്കുൽ മൗത്ത് മാത്രമല്ല റൂഹിനെ വാങ്ങാൻ വേണ്ടി വരിക, പിന്നെയോ മലക്കുൽ മൗത്തിനോടൊപ്പം ഒരു സംഘം മലക്കുകളും കൂടെ വരും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തവഫത്ത് റുസുലുന, മനുഷ്യനെ മരിപ്പിക്കുന്നത് നമ്മുടെ ദൂതന്മാരാണ്. ദൂതനല്ല, പിന്നെ ദൂതന്മാരാണ്. അവരെ കാണുകയാണ് മരിക്കുന്ന ദിവസം. അത് ഭീതിയുടെ ദിവസമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വയൗമ യുബ്അസ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം. ഫയറാ നഫ്സഹു ഫീ മഹ്ശറിൻ അദീം, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു മഹ്ശറുൻ അദീമിൽ, വലിയ ഒരു ജനസാഗരത്തിൽ മനുഷ്യൻ തന്നെ കാണുകയാണ്. അതും ഭീതിയുടെ ദിവസമാണ്. അതുകൊണ്ടാണ് ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, നഗ്നരായി, നഗ്നബാധരായി, ചിലകർമ്മം പോലും ചെയ്യാത്തവരായിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, നഗ്നരായിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അന്യോന്യം ഔറത്തിലേക്ക് നോക്കൂലേ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, ആയിഷ, ആ നാളെന്ന് പറഞ്ഞാൽ നഗ്നത നോക്കി ആസ്വദിക്കുന്ന ദിവസമല്ല, പിന്നെയോ അതിനേക്കാൾ കഠിനമായ കഠോരമായ ദിവസമാണ്. മനുഷ്യന്മാർക്ക് അതൊന്നും ആസ്വദിക്കാനുള്ള ടൈമല്ല, ഭീതിയുടെയും പേടിൻ്റെയും നാളാണ്. അതുകൊണ്ട് തന്നെ ഒരാസ്വാദനങ്ങളിലും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള നാളിൽ അള്ളാഹുവിൽ നിന്നുള്ള ആദരവാണ് യഹ്യ ഇബ്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ഈ 3 നാളിലും അതാണ് സമാധാനം എന്ന് പ്രത്യേകം പറഞ്ഞത്. ആ സമാധാനമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിലും പറയപ്പെട്ടതായ സമാധാനം. ഒരു മനുഷ്യന് ഈ 3 നാളുകളിലും സമാധാനം കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അയാൾ സമ്പൂർണ്ണ നിർഭയത്വത്തിലും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സുരക്ഷിതത്വവും സമാധാനവും നമ്മളിലും കനിയുമാറാവട്ടെ. മരണവേളയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 2 വചനങ്ങൾ ആലോചിച്ചാൽ മതി. എന്താ 2 വചനങ്ങൾ? അള്ളാഹു പറയാണ്, ഫഇദാ ജാഅൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക് തദൂറു അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്. യുദ്ധസന്ദർഭമായാൽ കപടവിശ്വാസികളെ കുറിച്ച് പറയാണ്. കപടവിശ്വാസികൾ യുദ്ധസന്ദർഭമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കും. എങ്ങനെ നോക്കും? കല്ലദീ യുഗ്ശാ അലൈഹിൽ മൗത്ത്, മരണവെപ്രാളം കാണിക്കുന്ന ഒരാളെപ്പോലെ നോക്കുന്നതാണ്. അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. മരണവെപ്രാളത്തിൽ കണ്ണുകൾ കറങ്ങുന്ന ഒരാളെപ്പോലെ കപടവിശ്വാസികൾ യുദ്ധസമയമായാൽ റസൂലുള്ളാഹിനെ നോക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കപടവിശ്വാസികൾ എന്ത് ചെയ്യും? യുദ്ധത്തിൻ്റെ ടൈമായിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണിങ്ങനെ കറങ്ങും റസൂലുള്ളാഹിനെ നോക്കിയിട്ട്. ആ രംഗം അള്ളാഹു ചിത്രീകരിക്കുകയാണ്. മരണവെപ്രാളത്തിൽ ഒരു മനുഷ്യൻ്റെ കണ്ണ് കറങ്ങുന്നത് പോലെ ആയിരിക്കും അവരുടെ കണ്ണ് കറക്കുന്നത്. അതെന്താ അറിയിക്കണത്? മരണവെപ്രാളം അതുണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഭീതിയാൽ പേടിയാൽ മനുഷ്യന്മാരുടെ കണ്ണ് കറങ്ങും എന്നുള്ളതാണ്. ഇതേപോലെ മറ്റൊരു വചനം, റഅയ്തല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യൻദുറൂന ഇലൈക നദറൽ മഗ്ശി അലൈഹി മിനൽ മൗത്ത്.
ഹൃദയങ്ങളിൽ രോഗമുള്ളവർ അഥവാ കപടവിശ്വാസികൾ, മരണം ആസന്നമായതിനാൽ ബോധരഹിതനായ ആൾ നോക്കുന്നത് പോലെ നിന്റെ നേർക്ക് നോക്കുന്നതാണ്. കപടവിശ്വാസികളെ കുറിച്ച് പറയാണ്, മരണാസന്നനായ വ്യക്തികൾ നോക്കുന്നത് പോലെ അവർ റസൂലുള്ളാഹിനെ നോക്കുന്നതാണ്. പേടിയിൽ ഭീതിയിൽ നോക്കുന്നതാണ്. അപ്പം മരണാസന്നനായ വ്യക്തിയുടെ നോട്ടം അള്ളാഹു ഇവിടെ ഉപമിക്കുകയാണ്. അത് ഉപമിക്കാൻ പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ ആ നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട്. മരണരംഗം ഭീതിജനകമാണ്, മരണരംഗം ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ മരിക്കണമെന്ന്, ഉയർത്തെഴുന്നേൽക്കണമെന്ന്, അതേപോലെ തന്നെ മനുഷ്യജീവിതം ഈ ദുനിയാവിൽ നാന്തി കുറിക്കുന്ന മനുഷ്യൻ്റെ ജനന ദിവസം അള്ളാഹുവിൽ നിന്നുള്ള സലാം അയാളിൽ പെയ്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതാണ് സമാധാനം, അതാണ് ശാന്തി, അതിലാണ് സുരക്ഷിതത്വം. അതുകൊണ്ടാണ് ആ സലാം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സലാം നൽകി ആദരിച്ചുകൊണ്ട് യഹ്യ ഇബ്നു സക്കരിയ അലൈഹി വസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്ക് ജനിച്ച ദിവസം, ഞാൻ ജനിച്ച ദിവസം, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന, ജീവനോട് കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം, ഞാൻ മരിക്കുന്ന ദിവസം എനിക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അപ്പം നമ്മളും അതൊക്കെ എന്താ, അസ്സലാമായ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സലാമിനെ ചോദിക്കണം. അള്ളാഹുവിൻ്റെ സലാമിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ അഭ്യർത്ഥിക്കണം, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അത് മുഖ്യമാണ്, പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചില നബിമാരുടെ കുറിച്ച് പറയുമ്പോൾ ചില ആയത്തുകൾ എങ്ങനെ പാരായണം ചെയ്യണത്? ഉദാഹരണത്തിന് വസലാമുൻ അലൽ മുർസലീൻ, മുർസലീങ്ങളുടെ മേൽ സലാം. സലാമുൻ അല നൂഹിൻ ഫിൽ ആലമീൻ, ലോകരിൽ നൂഹിന് അള്ളാഹുവിൻ്റെ മേൽ നിന്നുള്ള സലാം. സലാമുൻ അല ഇബ്രാഹിം, ഇബ്രാഹിമിന് സലാം. സലാമുൻ അല മൂസ വ ഹാറൂൻ, മൂസാക്കും ഹാറൂനും സലാം. സലാമുൻ അല ഇല്യാസീൻ, ഇല്യാസീൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സലാം. അതേപോലെ വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ, സന്മാർഗം അത് പിന്തുടർന്നവർക്ക് സലാം. വഖുലിൽ ഹംദുലില്ലാഹ്, ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ, അള്ളാഹു തിരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാർക്ക് സലാം. അപ്പം അള്ളാഹുവിൻ്റെ സലാം അത് വളരെ പ്രധാനമുള്ളതാണ്. അത് അള്ളാഹു ഉണ്ട് എന്ന് പറയാണ് ചില നബിമാരെ പേരെടുത്ത്. സന്മാർഗം സിദ്ധിച്ചവർക്ക് സലാമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ ഈ സലാം? അതാണ് അള്ളാഹുവിൽ നിന്ന് അവതരിക്കുന്ന ശാന്തി, അള്ളാഹുവിൽ നിന്നുള്ളതായ നിർഭയത്വം, അപകടങ്ങൾ, അപായങ്ങൾ, അതിനെ തൊട്ടുള്ളതായ സുരക്ഷിതത്വം. അസ്സലാമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ അടിയാറുകൾക്ക് സലാം നിർവഹിക്കുന്നവനാണ്. ആ സലാമിനെ നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുകയും തേടുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മേൽ അർപ്പിതമായ ബാധ്യതയാണ്. അള്ളാഹു അസ്സലാമാണ്, അവൻ ദാറുസ്സലാമിനെ ഒരുക്കി. എന്താ ഈ ദാറുസ്സലാം? ദാറുസ്സലാം എന്താ? ദാറുസ്സലാം അറബി കോളേജാ? അല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമായ അള്ളാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ്. ദാറുസ്സലാം എന്നുള്ളത് സ്വർഗത്തിൻ്റെ പേരാണ്. സ്വർഗം സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ഭവനാണ്. സ്വർഗം സർവസുഖങ്ങളുടെ ഭവനമാണ്. സ്വർഗം സുരക്ഷിതത്വത്തിൻ്റെ ഭവനാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവന് ക്ഷീണമല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവന് ദീനല്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ അവൻ്റെ യൗവനം ഒരിക്കലും നശിക്കൂല, അവന് നിരക്കൂല, വാർദ്ധക്യം പൂണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയല്ല. മനസ്സിലല്ലേ? സ്വർഗം എല്ലാ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായ ഭവനമാണ്. സ്വർഗവാസിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹ പ്രകാരം സ്വർഗം ദാറുസ്സലാമാണ്. ആ ദാറുസ്സലാമിലേക്ക് അസ്സലാമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുബുലുസ്സലാമിനെ പരിചയപ്പെടുത്തി.
സുബുലുസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ വഴികളും മാർഗങ്ങളാണ്. അള്ളാഹു പറഞ്ഞത് എന്താ? യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. യഹ്ദി ബിഹി, വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു ക്ഷണിക്കുന്നു, മാർഗം കാണിക്കുന്നു. മനിത്തബഅ റിദ്വാനഹു, അള്ളാഹുവിൻ്റെ പ്രീതിയെ പിന്തുടർന്നവരെ എവിടേക്ക് ക്ഷണിക്കുന്നു, എവിടേക്ക് മാർഗം കാണിക്കുന്നു? സുബുലസ്സലാം, സമാധാനത്തിൻ്റെ മാർഗങ്ങളിലേക്ക്, സമാധാനത്തിൻ്റെ വഴികളിലേക്ക്. സമാധാനത്തിൻ്റെ വഴികളിലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയെ പിന്തുടർന്നവരെ അള്ളാഹു വിശുദ്ധ ഖുർആൻ മുഖാന്തിരം വഴി കാണിക്കുന്നു, മാർഗം കാണിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അള്ളാഹു അവരെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ സുബുലുസ്സലാം, സമാധാനത്തിൻ്റെ മാർഗങ്ങളിലേക്ക് വഴി കാണിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഏതാ അള്ളാഹുവിൻ്റെ സമാധാനത്തിൻ്റെ മാർഗങ്ങൾ? സമാധാനത്തിൻ്റെ മാർഗങ്ങൾ അത് ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുന്നു. ആ സുബുലുസ്സലാമിൽ യഥാവിധം പ്രവേശിച്ച് ജീവിച്ചവർക്കാണ് ദാറുസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. ആ ദാറുസ്സലാമിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു. ദാറുസ്സലാമിലേക്ക് വഴി സുബുലുസ്സലാമിലൂടെ ആ പാന്താവിലേക്ക് പ്രവേശിച്ച് സമാധാനത്തിൻ്റെയും സർവ്വസുഖങ്ങളുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ഭവനമായ സ്വർഗം അത് കാക്ഷിക്കേണ്ടതും അത് കടാക്ഷിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും നമ്മളാണ്. അതിനുവേണ്ടി അമലെടുക്കേണ്ടത് നമ്മളാണ്. ഞാൻ അവസാനിപ്പിക്കണം. അസ്സലാം അള്ളാഹുവിൻ്റെ അത്യുത്തമമായ മഹനീയമായ പേരാണ്. അസ്സലാം എന്നുള്ള പേര് അള്ളാഹുവിന് അർത്ഥമാക്കുന്നത് അള്ളാഹു സർവ്വവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും സുരക്ഷിതനാണ് എന്നുള്ളതാണ്. അതേപോലെ നിർഭയത്വം, സമാധാനം എന്നിവ സലാം എന്നുള്ളത് അർത്ഥമാക്കുന്നു. അള്ളാഹു ആകുന്നു നിർഭയത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പ്രഭവം. അള്ളാഹുവിൽ നിന്നാണ് സമാധാനം, അള്ളാഹുവിൽ നിന്നാണ് സുരക്ഷിതത്വം, അള്ളാഹുവിൽ നിന്നാണ് നിർഭയത്വം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും അള്ളാഹു നമ്മളിലേക്ക് ചൊരിയുവാൻ, അത് നൽകി അള്ളാഹു നമ്മളെ കടാക്ഷിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, അതിന് വേണ്ട അമലുകൾ എടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നിസ്കാരത്തിനൊടുവിൽ റസൂലുള്ളാഹിൻ്റെ ദുആ നമ്മൾ കേട്ട് സലാം വീട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്തഗ്ഫിറുല്ലാ 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 3 പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുവിന് സമ്മതിക്കും. അല്ലാഹുമ്മ അൻതസ്സലാം, അള്ളാഹുവെ നീയാകുന്നു അസ്സലാം, വമിൻകസ്സലാം, നിന്നിൽ നിന്നാകുന്നു അസ്സലാം. അത് പ്രസ്താവനയാണ് എന്നതോടൊപ്പം അത് പ്രാർത്ഥന കൂടിയാണ്. അള്ളാഹുവിനോട് നമ്മൾ പറയാണ് നീയാകുന്നു അസ്സലാം, നിന്നിൽ നിന്നാകുന്നു അസ്സലാം എന്ന് പറഞ്ഞാൽ ആ സലാമിനെ നീ ഞങ്ങളിൽ, എന്നിൽ അവതരിപ്പിക്കണമേ, അരുളേണമേ എന്നുള്ള തേട്ടവും യാചനയുമാണത് ഉൾക്കൊള്ളുന്നത്. അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അതുപോലുള്ള ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ അധികരിപ്പിക്കുകയും ചെയ്യുക. സലാമിനെ വ്യാപിപ്പിക്കുക. സലാം പറയുമ്പോൾ ആ സലാം നമ്മളിലേക്ക് തിരിച്ച് അഭിവാദ്യം അർപ്പിക്കപ്പെടുമ്പോൾ അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. അതിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം പെയ്തിറങ്ങുവാൻ, അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി പെയ്തിറങ്ങുവാൻ, അള്ളാഹു അരുളുന്ന സുരക്ഷിതത്വം അത് ഖനിയപ്പെടാൻ വേണ്ടിയിട്ടുള്ളതായ ദുആയാണ്. അർത്ഥമറിഞ്ഞുള്ള സലാം നിർവഹിക്കുക. അങ്ങനെ സലാമിനെ പ്രചരിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഈ വിഷയത്തിൽ ഉണർത്തുവാനും മനസ്സിലാക്കുവാനും ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു മഹനീയ നാമം അഥവാ അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ മഹൽ നാമം എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്ത് എന്നുള്ളത് ഇവിടെ നമ്മൾ തുടർത്തി സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പൊറുക്കുമാറാവട്ടെ. നമ്മളുടെ വീഴ്ചകളെ അള്ളാഹു നികത്തുമാറാവട്ടെ. നമ്മളുടെ സൽപ്രവൃത്തികൾ അള്ളാഹു ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. നമ്മളുടെ ദുആവുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട ഖബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും ഈ ദുനിയാവിൽ അള്ളാഹു ഒന്നിച്ചിരുത്തിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ചിരിക്കുവാൻ അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്ത് അവരിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല വഴികളിൽ കഴിയുന്നവരെ ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്കെല്ലാവർക്കും ഇഹത്തിലും പരത്തിലും കൺകുളിർമ ഏറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.